അവിടെ ജോസഫും വിനയയും പുതിയ ഒരു അതിഥിയുമായി എത്തിയിട്ടുണ്ട്. ജോസഫിലേക്കും വിനയിലേക്കും പോകാം. വിനയ, ജോസഫ് ആരാണ് ഇത്തവണ നിങ്ങളുടെ കൂടെ ഉള്ളത്? അതില് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കാണാൻ നമുക്കൊന്ന് രജനീകാന്തിനെ കൊണ്ടുവന്നാലോ? അപ്പൊ നമുക്ക് രജനീകാന്തിനെ ഒന്ന് വിളിക്കാം അല്ലേ? മനവാട, എന്താണ് പേര്? ആദ്യം തന്നെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ രജനീകാന്ത്. അതിന് കാരണമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എവിടുന്നാ വരുന്നത്? പൊന്നാനി, മലപ്പുറം. ആദ്യമായിട്ടാണോ ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്? അല്ല, മൂന്നാമത്തെ തവണ. ഏത് ഐറ്റ അല്ലെങ്കിൽ ഏത് ഇനത്തിലാണ് പങ്കെടുക്കുന്നത്? മിമിക്രിയാണ്. അപ്പൊ ആരുടെയൊക്കെ ചെയ്യും? ഞാൻ ഇവിടെ രജനീകാന്തിനെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാം. മിമിക്രി കുറെ കാലങ്ങളായിട്ട് കൈയടക്കി വെക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കൂടിയാണ് വരുന്നത്. ഇത്താത്ത മിമിക്രി തുടർച്ചയായിട്ട് കൊറോണക്ക് മുമ്പ് തുടർച്ചയായിട്ട് 5 വർഷം ഇത്താത്തായിരുന്നു വിന്നർ. പിന്നെ എൻ്റെ ഉപ്പ അതേപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റാണ്, കലാഭവൻ അഷ്റഫ്. ഉപ്പയാണ് എന്നെ ഇത്താത്താനെ പഠിപ്പിച്ചെടുത്തത്. അപ്പൊ ജോസഫ്, നമുക്ക് രജനീകാന്തിലേക്ക് ആദ്യം രജനീകാന്ത്. ഓക്കെ, തുടങ്ങി. ആദ്യം രജനീകാന്ത് എന്നതിന് മുമ്പ് നമ്മളെ ഇന്റർവ്യൂകളിലേക്ക് ഹാരമായിക്കൊണ്ടിരിക്കുകയാണ് കുറേ സിനിമകളാണ്. അവരിൽ നിന്ന് ഞാൻ രജനീകാന്തിലേക്ക് പോവാം. ആദ്യമായിട്ട് ഷൈൻ ടൗൺ ചാക്കോ. ഇയാളെന്താണ് ഈ പറയണേ? ഇതൊരു സിനിമയുടെ ഇന്റർവ്യൂ അല്ലേ? ആണാ? സിനിമയുടെ ഇന്റർവ്യൂ സിനിമയുടെ കാര്യമല്ലേ ചോദിക്കുക? ഇവിടെ ബാത്റൂമിൽ ഇറങ്ങി വരുമ്പോൾ ബാത്റൂമിലെ കാര്യം ചോദിക്കണം. ഞാൻ ട്രോളിയാന്നല്ല, അത് സത്യമല്ലേ? നീ മറ്റൊരു താരം പാല. ഒന്ന് കെട്ട് 2 കെട്ട് വേണ്ടി വന്ന 5 കെട്ട്. നിങ്ങൾ ആരെ ചോദിക്കാൻ? എൻ്റെ പൈസ എൻ്റെ ഇഷ്ടം, മനസ്സിലായ? പിന്നെ മലയാള സിനിമയിലെ യുവതാര സൈനികം. എന്താണ് സീനെന്താണ്? ഇയാളെന്തിനാണ് ചൂടാവണേ? പറഞ്ഞാൽ പോരെ, ഇതൊന്നല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ മൂടാണ്, വേറെ വൈബാണ്, മനസ്സിലായ? യുവാക്കളുടെ ഹരമായി മാറിയ റിയാസ് ഖാൻ. ഹേ ഭാസ്കരാ, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എന്താന്ന് വെച്ചാൽ കൊടുക്ക. അല്ല എൻ്റെ ചെലവാ, എല്ലാവരും അടിച്ചു കയറി വാ. അടുത്തായി സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. இங்க நான் தான் கிங்கு. நான் வச்சுதான் ரூல்ஸ். அந்த ரூல்ஸ் ஏற்றதுக்கு நான் அப்பப்போ மாட்டிகிட்டே இருப்பேன். அதை வச்சு இப்போதைக்கு கேட்டு ஃபாலோ பண்ணணும். அதை விட்டு அதாவது அலாவடி கொலை போல நினச்ச உன்னை கண்ட துண்டவா வட்டி கழிச்சு போட்டுடுவேன். ஹுக்கம், ടൈഗർ കാ ഹുക്കും. ഇനി ഇതേ ഡയലോഗ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറഞ്ഞ അങ്ങനെയാണോ? ഇവിടെ ഞാനാണ് കിങ്. ഞാൻ പറയുന്നതാണ് ഇവിടുത്തെ റൂൾസ്. എൻ്റെ റൂൾസ് എൻ്റെ ഇഷ്ടത്തിന് ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അത് അനുസരിക്കാൻ പറ്റാത്തവരോട് എനിക്ക് പറയാനുള്ളത് കടക്ക് പുറത്ത് ഹുക്കും, പിണറായി കാ ഹുക്കും. താങ്ക് യു. എന്റെ അമ്മ പറയാൻ വാക്കുകളില്ല, കാരണം കണ്ണടച്ച് കേട്ടാ കറക്റ്റ് അതേപോലെ തന്നെ ഉണ്ടല്ലേ? കണ്ണ് തുറന്നു കേട്ടാലും അതുപോലൊക്കെ തന്നെയുണ്ട്. അപാരം എന്നൊരൊറ്റ വാക്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അല്ല, ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നേ? ഞാൻ ചെറുപ്പം മുതലേ ബുദ്ധിച്ച് പ്രായം മുതൽ എൻ്റെ ഉപ്പാന്റെ പ്രോഗ്രാം കണ്ടിട്ടാണ്. ഓരോ പ്രോഗ്രാമിൽ പലപ്പം പോകും. എന്തായാലും ഉപ്പയുടെയും ഒക്കെ പാരമ്പര്യം അതേപോലെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും ആ ഒരു അവരുടെ ഒരു തനിമയോടുകൂടി തന്നെ ആ ശബ്ദം അതിൻ്റെ ഏറ്റവും ചെറിയ സൂക്ഷ്മമായ രീതിയിൽ വരെ കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും അഭിനന്ദനങ്ങൾ. ഇപ്പോൾ